നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മലയോര മേഖലകളിൽ വോട്ട് തേടി സ്ഥാനാർത്ഥികൾ. LDF സ്ഥാനാർത്ഥി M സ്വരാജ് വഴിക്കടവിൽ പര്യടനം തുടരുകയാണ്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ചുങ്കത്തറയിലും വോട്ടർമാരെ കാണുന്നു. സ്വാലിഹുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. സ്വാലിഹ, എന്തായാലും വോട്ടർമാരൊക്കെ തന്നെ വലിയ രീതിയിൽ പര്യടനം പൂർത്തീകരിക്കാനുള്ള അല്ലെങ്കിൽ പ്രചാരണ പരിപാടികളിലേക്ക് കടന്നിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് പര്യടനം പോകുന്നത്? M സ്വരാജിന്റെ, അതായത് ഈ മലയോര മേഖലകളൊക്കെ കേന്ദ്രീകരിച്ചാണ് വോട്ട് തേടി ഇപ്പോൾ സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുന്നത്. എങ്ങനെയൊക്കെയാണ് പര്യടനം പുരോഗമിക്കുന്നത്? ഭദ്ര, ഇനി 15 ദിവസം മാത്രമാണ് പ്രചാരണത്തിനുള്ളത്. അതുകൊണ്ട് പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ഒരു ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. അതോടൊപ്പം മുഴുവൻ പാർട്ടികളുടെയും കക്ഷികളുടെ വിവിധ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ തന്നെ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തുന്നുണ്ട്. ഇന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ് ഇന്ന് വഴിക്കടവ് മണ്ഡലത്തിലാണ് പര്യടനം തുടരുന്നത്. 19 കേന്ദ്രങ്ങൾ ഇന്ന് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. 100 കണക്കിന് ആളുകൾ അദ്ദേഹത്തെ അഭിവാദ്യം അർപ്പിക്കാനും സ്ഥാനാർത്ഥിയെ കാണാനും ഒക്കെ കാത്തു നിൽക്കുന്നുണ്ട്. പരമാവധി ആളുകളെ നേരിട്ട് കാണാനുള്ള ഒരു ശ്രമം സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ട്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിൻ്റെ പര്യടനം ഇന്ന് 2ാം ദിവസമാണ്. അദ്ദേഹം ഇന്ന് ചുങ്കത്തറ പഞ്ചായത്തിലാണ് വോട്ടർമാരെ കാണുന്നത്. NDA സ്ഥാനാർത്ഥി അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ, ക്ഷേത്രങ്ങളിൽ ഒക്കെ എത്തിയാണ് വോട്ടർമാരെ സ്വന്തം വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് NDA സ്ഥാനാർത്ഥിയുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ മത്സരിക്കുന്ന PV അൻവറും പ്രചാരണ രംഗത്ത് സജീവമാണ്. ഭദ്ര, ശരി, വ്യക്തമാണ് സ്വാലിഹ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മലയോര മേഖലകൾ ഒപ്പം തന്നെ മറ്റുള്ള എല്ലാ മേഖലകളും ഇപ്പോൾ സ്ഥാനാർത്ഥികൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു. പരമാവധി വോട്ടുകൾ ശേഖരിക്കുക, അതുതന്നെയാണ് പരമാവധി ജനങ്ങളിലേക്ക് എത്തുക എന്ന് തന്നെയാണ് സ്ഥാനാർത്ഥികളുടെയൊക്കെ ലക്ഷ്യം. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി M സ്വരാജ് വഴിക്കടവിൽ പര്യടനം പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ചുങ്കത്തറയിലും വോട്ടർമാരെ കാണുകയാണ്. സ്വാലിഹാണ് വിശദാംശങ്ങൾ നൽകിയത്.